എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ഒന്ന് ഓണാക്കി വെച്ചേക്കണം. എന്നാലേ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ അപ്പോഴായിട്ട് നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം മാത്രം കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഷാജിയുടെ ഒരു പ്രോഡക്റ്റ് ഉണ്ടല്ലോ, പുള്ളിക്കാരത്തി ഒരു ഫേഷ്യൽ ക്രീം ഓൺലൈനായിട്ടും അല്ലാതെയൊക്കെ ബിസിനസ് ചെയ്യുന്നുണ്ട്. ആ കാര്യം ഒട്ടുമിക്ക ആളുകൾക്കും അറിയാവുന്നതാണ്. അവരവരുടെ ചാനലിൽ തന്നെ അത് ഒരുപാട്, അതായത് അതേക്കുറിച്ചിട്ട് എപ്പോഴും ലൈവ് വരുമ്പോഴാണെങ്കിലും ഷോർട്ട് വീഡിയോകളായിട്ടാണെങ്കിലും അങ്ങനെ പലതരത്തിലും അവർ വീഡിയോ ചെയ്യുന്നുമുണ്ട്. അതായത് ആ ഒരു ക്രീമിനെ പറ്റിയിട്ട് അവർ പറയുന്നത് അത് രാത്രിയിൽ തേച്ചിട്ട് കിടന്നുറങ്ങുക, അത് രാവിലെ കഴുകിക്കളയുക. അപ്പോൾ ആ ഒരു അത്രയും സമയം കൊണ്ട് ആ ഒരു ക്രീം നമ്മുടെ ചർമ്മവുമായിട്ട് ഇഴുകി ചേർന്നിരിക്കും. വളരെ നല്ല ക്രീമാണ്. ഒരുപാട് വെളുവിളാന്നാവും, സ്കിന്ന് നന്നായിട്ട് വെളുക്കും. കഴുത്തിലും സ്കിന്നിലുമായിട്ട് അപ്ലൈ ചെയ്യുക, വെളുത്തിട്ട് പാറാം എന്നൊക്കെയാണ് പുള്ളിക്കാരത്തി പറയുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ പുള്ളിക്കാരത്തി ആ ഒരു വെളുത്തിട്ട് പാറുന്ന ആ ഒരു ക്രീമിൻ്റെ പേര് വന്നിട്ട് നേരത്തെ ആ ഒരു പേര് വന്നിട്ട് മോസ്കി വൈറ്റിനൈറ്റ് ക്രീം എന്നായിരുന്നു. ഇപ്പോൾ അത് ഷാജി ബ്യൂട്ടി ക്രീം എന്ന പേരിൽ പുള്ളിക്കാരത്തിയായിട്ട് അങ്ങ് ഇറക്കിയിരിക്കുകയാണ്. അപ്പോൾ പുള്ളിക്കാരത്തിയുടെ പേരിലാണ് ആ ഒരു ക്രീം എന്ന് പറയുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു പുള്ളിക്കാരത്തിയെ പറ്റി പറയുകയാണെങ്കിൽ പൊട്ടത്തി എന്നല്ലാതെ വേറെ എന്താ വിളിക്കുക? നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ. പൊട്ടത്തി എന്ന് മാത്രമേ പറയാൻ പറ്റൂ. ഇപ്പോൾ നമുക്ക് അവരൊരു ബിസിനസ് നടത്തുന്നത് ഇപ്പോൾ നാച്ചുറലായിട്ടുള്ള കസ്തൂരി മഞ്ഞൾ പൊടിച്ചിട്ട് പാക്ക് ചെയ്ത് അത് ഷാജി ബ്യൂട്ടി പ്രോഡക്റ്റ് എന്നും പറഞ്ഞൊക്കെ ഇറക്കുകയാണെങ്കിൽ അത് ഓക്കെ. കസ്തൂരി മഞ്ഞളോ രക്തചന്ദനമോ ഓറഞ്ചിൻ്റെ തോടോ ഒക്കെ ക്ലീൻ ചെയ്ത് പൊടിച്ച് ആ ഒരു രീതിയിലൊക്കെയാണ് പുറത്തേക്ക് ഇറക്കുന്നതെങ്കിൽ നമുക്ക് അത് വിശ്വസിച്ച് നമുക്ക് മേടിക്കാൻ പറ്റും, അല്ലേ? അപ്പോൾ ഇത് ഒരു ക്രീമാണ്, ഇതൊരു വൈറ്റ് ക്രീമാണ്. അപ്പോൾ ഈ ഒരു ക്രീമൊക്കെ മേടിച്ചിട്ട് നമ്മൾ എന്ത് ധൈര്യത്തിലാണ് ഉപയോഗിക്കുന്നത്, എന്തൊക്കെ കണ്ടൻ്റാണ് അതിനകത്ത് അടങ്ങിയിരിക്കുന്നത് എന്നൊന്നും ആർക്കും അറിയില്ല. ഇത് എവിടെയാണ് ഈ ഒരു ക്രീം ഉൽപ്പാദിപ്പിക്കുന്നത്, ഇത് ആരാണ്, ഏത് കമ്പനിയാണ്? ഷാജി പറയുന്നത് ഇത് ഷാജിയുടെ തന്നെ ബാനറിലുള്ള കമ്പനിയാണെന്നാണ് പറയുന്നത്. പുള്ളിക്കാരത്തിയുടെ പേരിലാണ്. പുള്ളിക്കാരത്തിക്കാണ് ഇതിൻ്റെ എല്ലാവിധ ഉത്തരവാദിത്വവും പുള്ളിക്കാരത്തിക്കാണ്. അപ്പോൾ ഈ ഒരു ക്രീമിനെ പറ്റിയിട്ട് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ക്രീമും അങ്ങനെ രാത്രിയിൽ നാച്ചുറലായിട്ടുള്ള ക്രീമുകളൊക്കെ പലതും ക്രീമല്ല, ഇപ്പോൾ രക്തചന്ദനത്തിൻ്റെയൊക്കെ പൊടിയാണെങ്കിൽ നമുക്ക് തേച്ചിട്ട് കിടന്നുറങ്ങാം, രാവിലെ കഴുകി കളഞ്ഞാലും സ്കിന്നിന് വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ അതുപോലെയല്ല ആർട്ടിഫിഷ്യലായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതുപോലെയുള്ള ക്രീമുകളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്, നമ്മുടെ സ്കിന്നിന് മാത്രമല്ല, സ്കിന്ന് ക്യാൻസറൊക്കെ ഉണ്ടാവാനുള്ള ഇടയാവും എന്ന് മാത്രമല്ല, ഇത് ഒരുപാട് നമ്മളെ ബാധിക്കുന്നത് നമ്മുടെ കിഡ്നിയെയും നമ്മുടെ ആന്തരിക അവയവങ്ങളെ ഇത് ബാധിക്കുന്നുണ്ട്. അപ്പോൾ പലർക്കും ഡൗട്ടാണ് എങ്ങനെയാണ് ഇത് കിഡ്നിയെയൊക്കെ ബാധിക്കുക എന്നുള്ള കാര്യത്തിൽ. അതേക്കുറിച്ചിട്ടൊക്കെ നമുക്ക് കുറച്ച് മുന്നോട്ട് പോകുമ്പം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ വെളുത്തിട്ട് പാറാം എന്നും പറഞ്ഞിട്ടാണ് നമ്മുടെ ഷാജി ഈ ഒരു വീഡിയോയെ പറ്റിയിട്ട് എപ്പോഴും പറയുന്നത്. ചെറിയ കുട്ടിയുണ്ടല്ലോ, ചെറിയ മോനൊക്കെ ഈ ഒരു വീഡിയോയെ കുറിച്ചിട്ട്, ചെറിയ മോൻ എപ്പോഴും കൂടെ ഉണ്ടാവുമല്ലോ ഷാജിയുടെ. അപ്പോൾ ചെറിയ മോനും ഈ ഒരു പ്രോഡക്റ്റിനെ പറ്റി പറയുന്നുണ്ട്, നല്ലതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ചില വീഡിയോകളിലൊക്കെ നമുക്ക് കാണാം ആ കുഞ്ഞു മോൻ അത് എടുത്തിങ്ങനെ സ്കിന്നിലൊക്കെ അപ്ലൈ ചെയ്യുന്നത് കാണാറുണ്ട്. അപ്പോൾ ഷാജി പറയുന്ന കേൾക്കാം, മോനെ എടുക്കരുത്, അത് ഉപയോഗിച്ചുകൂടാ, ചെറിയ മക്കൾക്ക് ഉപയോഗിച്ചുകൂടാ. ഇന്നലത്തെ ലൈവിൽ ഞാൻ കണ്ടതാണ് കേട്ടോ. ചെറിയ കുട്ടികൾക്ക് ഇതൊന്നും ഉപയോഗിച്ചുകൂടാ, 18 വയസ്സ് പൂർത്തിയായവർക്ക് മാത്രമേ ഉപയോഗിക്കാവൂ. അതെന്താ അങ്ങനെ? മിക്ക സാധനങ്ങളും അങ്ങനെ തന്നെയാണ്, കൊച്ചുകുട്ടികൾക്ക് ഉപയോഗിച്ചുകൂടാ എന്നുള്ളത് വാസ്തവം. അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ക്രീമിനെ പറ്റിയിട്ട് ഷാജി തന്നെ പറയുന്നുണ്ട് കേട്ടോ. അതായത് അവരുടെ ലൈവിൽ വന്നിട്ട് ഈ ക്രീം പുരട്ടുന്ന രീതിയൊക്കെ കാണിച്ചു കൊടുക്കും. അപ്പോൾ അത് കണ്ടിട്ട് ആരോ കമൻറ്റ് ചെയ്ത് ചോദിക്കുന്നു, ഇങ്ങനെ ഇതുപോലെ ചേച്ചി ഇതുപോലെ വാരി ഇട്ട് കഴിഞ്ഞാൽ കിഡ്നിയൊക്കെ അടിച്ചു പോവില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഷാജി പറയുന്ന ഒരു മറുപടി ഉണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇത് അറിയാതെയല്ല ഷാജി ചെയ്യുന്നത്. ഷാജി അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, കിഡ്നിയൊക്കെ അടിച്ചു പോവും, മരിക്കാൻ ഭയം ഇല്ലാത്തവർ ഇത് ഉപയോഗിക്കുക. എന്തായാലും മരിക്കുന്നെങ്കിൽ, ജീവിച്ച എപ്പോഴായാലും മരിക്കുന്നെങ്കിൽ നല്ലതായിട്ട് വെളുത്തിട്ട് മരിക്കാം എന്നൊക്കെയുള്ള രീതിയിൽ ഷാജി പറയുന്നത് നമുക്ക് കേൾക്കാം. അപ്പോൾ ആ ഒരു വീഡിയോ ക്ലിപ്പ് കണ്ടിട്ട് നമുക്ക് ബാക്കി കാര്യത്തിലേക്ക് പോകാം. മോനെ അവനക്ക് പനിയാണ്, മോനെ അവനക്ക് പനിയാണ്, ഓന് മരുന്ന് കഴിച്ചിട്ട് കിടന്ന്.
ഇങ്ങനെ തേച്ചാ കിഡ്നി അടിച്ചു പോകും താത്ത ആണോ? കിഡ്നി അടിച്ചു പോട്ടെ മോനെ, അല്ലെങ്കിൽ അടിച്ചു പോകാൻ ഇനി ഒന്നുമില്ല. കിഡ്നിയും കൂടി അടിച്ചു പോകാനുള്ളൂ, അതും കൂടി അടിച്ചു പോട്ടെ. നല്ല ഇല്ലേ? ആകെ അടിച്ചു പോട്ടെ. അടിച്ചു പോവാനുള്ളതാണ്. നമ്മൾ മണ്ണിന്റെ അടിയിൽ പോകേണ്ട ആൾക്കാരാണ്. എപ്പോ വേണമെങ്കിലും ഏത് വേണമെങ്കിലും അടിച്ചു പോകും. അടിച്ചു പൂസായി പോട്ടെ. മരിക്കാൻ ഒരു പേടിയില്ല. അതുകൊണ്ട് ധൈര്യത്തിൽ ഇട്ടോളി. മരിക്കാൻ പേടിയില്ലാത്തവരൊക്കെ ധൈര്യത്തിൽ ഇട്ടോളി. ഒക്കെ അപ്പൊ ഞാൻ പോകും. അപ്പോൾ കേട്ടില്ലേ, എത്ര ഈസി ആയിട്ടാണ് ഈ സ്ത്രീ ഇങ്ങനെ പറഞ്ഞു വെക്കുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ മനുഷ്യ ജീവന് ഒരു വിലയും കൊടുക്കാത്ത, അല്ലെങ്കിൽ ഒരു വിലയും കാണാത്ത ഒരു സ്ത്രീയാണ് ഇവർ എന്ന് വേണം മനസ്സിലാക്കാനായിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയെങ്കിലും കച്ചവടം ചെയ്യുക, എന്തെങ്കിലുമൊക്കെ പ്രോഡക്റ്റ് വിറ്റിട്ട് ലാഭം ഉണ്ടാക്കുക, അതിൽ നിന്നുള്ള കാശ് ഉണ്ടാക്കി അരി മേടിച്ചു കഴിഞ്ഞാൽ എൻ്റെ പൊന്നു മോളെ അത് ഉതകത്തില്ല. ആദ്യം നീ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന മോക്സി വൈറ്റി നൈറ്റ് ക്രീം എന്ന് പറയുന്ന ആ ഒരു ക്രീം തന്നെ ഏതാണ്ട് നിരോധിച്ച സംഭവമാണെന്ന് തോന്നുന്നു, അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു പ്രോഡക്റ്റിനെ നീ എടുത്ത് വൈറ്റ് ക്രീം അത് അങ്ങനെയാണ് ഇങ്ങനെയാണ്, അതായത് ഈ പുള്ളിക്കാരത്തി ഒരു വീഡിയോയിൽ പറയുന്നത് കേട്ടൊരു കാര്യമാണ്, ഈ ഒരു ക്രീം പുരട്ടിയിട്ട് പകല് ഒരു കാരണവശാലും പുരട്ടരുത്. പകല് പുരട്ടി കഴിയുകയാണെങ്കിൽ ആകെ കുളമാവും, വെയിൽ തട്ടിക്കഴിഞ്ഞാൽ പൊള്ളലുണ്ടാവും, സ്കിന്നിന് പ്രശ്നം, ഡാമേജ് ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത്രയും ഇതായിട്ടുള്ള ക്രീമാണ് ഇവർ രാത്രി തേച്ചിട്ട് കിടന്നുറങ്ങുന്നത്. അപ്പോൾ ഇവർ തന്നെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഒരു ക്രീം തേച്ച് കഴിഞ്ഞാൽ ഒരാഴ്ചയാണ് അവർ പറയുന്നത്. ഒരാഴ്ചയ്ക്കാൻ വെച്ചിട്ട് നന്നായിട്ട് വെളുക്കും എന്നൊക്കെയാണ് പറയുന്നത്. നന്നായിട്ട് വെളുത്ത് കിട്ടും ഒരാഴ്ചയ്ക്കാൻ വെച്ചിട്ട്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, കറുത്ത സ്കിന്നിന് എന്താണ് കുഴപ്പം? മനുഷ്യനായി കഴിഞ്ഞാൽ വെളുത്തും കറുത്തും ഒക്കെ ഇരിക്കത്തുള്ളൂ. ഒരു വ്യക്തി കറുത്തിരുന്നെന്ന് പറഞ്ഞ് അവർക്ക് എന്തെങ്കിലും തകരാറുണ്ടാവോ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ? ആദ്യം ഈ ഒരു ചിന്താഗതിയാണ് മനുഷ്യൻ മാറ്റിയെടുക്കേണ്ടത്. വെളുപ്പിനും കറുപ്പിനും ഒന്നും പ്രത്യേകതകളൊന്നുമില്ല, മനുഷ്യൻ്റെ സ്വഭാവത്തിലാണ് കാര്യം. വെളുത്ത മുഖവും വെച്ചിട്ട് കറുത്ത മനസ്സും ആയിട്ട് നടക്കുകയാണെങ്കിൽ എന്തർത്ഥം? അതുകൊണ്ടൊരു മനുഷ്യന് ഏറ്റവും അധികം വേണ്ടത് നല്ലൊരു ക്യാരക്ടറാണ്. അല്ലാണ്ട് തൊലിപ്പുറത്ത് ഇത്തിരി വെളുപ്പ് വന്നതെന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് ഒന്നും നേടാൻ പറ്റത്തില്ല. ഇപ്പോൾ അഫാൻ എന്ന് പറയുന്ന കൊലയാളി അത്യാവശ്യം കാണാൻ നല്ല ലുക്കും കാണാൻ നല്ല സൗന്ദര്യമുള്ള വ്യക്തിയാണ്. പക്ഷെ അവൻ ചെയ്ത ക്രൂരത എത്രത്തോളമാണ്? അപ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം അത്രയും സുന്ദരനായിട്ടിരുന്നിട്ട് അടിപൊളിയല്ലേ അഫാനെ കാണാനായിട്ട്. അപ്പോൾ അത്രയും സൗന്ദര്യം ഉണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ല, അവൻ്റെ കയ്യിലിരിപ്പ് എന്താണ്? അപ്പോൾ ഇതൊക്കെ തന്നെയാണ് കാര്യമെന്ന് പറയുന്നത്. സ്വഭാവം അതായിരിക്കണം മെയിൻ എന്ന് പറയുന്നത്. അല്ലാണ്ട് അമ്മയും തെറി വിളിച്ച് ഈ ലോകത്തുള്ളവരെ മുഴുവനും തെറി വിളിച്ച് പിന്നെ അമ്മയുടെ ജട്ടി ഡാൻസും എടുത്ത് എന്താണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചിട്ട് ഈ വെളുക്കുന്ന ക്രീമും തേച്ച് നടന്നിട്ട് എന്താണ് കാര്യം? അതുമാത്രമല്ല ഇവർ പറയുന്നൊരു കാര്യമാണ്, ഇത് നാച്ചുറലായിട്ടുള്ളൊരു ക്രീമാണെന്ന് കൂടി ഇവർ പറയുന്നുണ്ട്, സൈഡ് എഫക്റ്റ് ഇല്ലയെന്നും പറയുന്നുണ്ട്. അതിൻ്റെ കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ഇതൊന്നും ഒട്ടും ശരിയല്ല. ഷാജി ഇപ്പോഴേ എനിക്ക് ഷാജിയോട് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതൊക്കെ ഒരു നിയന്ത്രണത്തിൽ വയ്ക്കുന്നത് വളരെ നന്നായിരിക്കും. ഷാജിക്ക് ഇത് വളരെ ദോഷം ചെയ്യും. ഈ ക്രീം വിൽപ്പന വഴി ഷാജിക്ക് ഒരുപാട് ദോഷങ്ങളുണ്ടാവും. അതുകൊണ്ട് ക്രീം വിൽപ്പന ഒന്ന് മതിയാക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ആ ഒരു ക്രീമിനെ പറ്റിയിട്ട് ഷാജി പറയുന്ന ചില കാര്യങ്ങൾ കൂടി. നമ്മുടെ 2 ക്രീമും ഒരേ ഇതാണ് കേട്ടോ. ഫസ്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് മോക്സി വൈറ്റനിങ് നൈറ്റ് ക്രീമാണ്. അതേ സാധനം തന്നെയാണ് ഷാജീസ് ബ്യൂട്ടി ക്രീം എന്ന് പറഞ്ഞിട്ട് എൻ്റെ യൂട്യൂബ് ചാനലിന്റെ ബ്രാൻഡിൽ ഇറക്കിയതാണ്. സെയിം ആണ് കേട്ടോ, മാറ്റമൊന്നുമില്ല, സെയിം ആണ്. ഇതാണ് നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് 999 രൂപ. ഷിപ്പിംഗ് ചാർജ് മിനിമം വരുന്നത് 70 രൂപ. അപ്പോൾ നിങ്ങൾ ഷാജി പറഞ്ഞ കാര്യം കേട്ടല്ലോ, ക്രീമിനെ പറ്റിയിട്ട് അവർ പറഞ്ഞ കാര്യം കേട്ടല്ലോ. എന്താണ് അവരുടെ ക്രീമിൻ്റെ പേര്, നാള് എന്നൊക്കെ അവർ വളരെ വിശദമായിട്ട് തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വീണ്ടും പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഷാജിയോട് എൻ്റെ ഈ വീഡിയോ ഒക്കെ ഷാജി കാണുന്നോ കേൾക്കുന്നോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എങ്ങാനും കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ട സഹോദരി, നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങൾ വീഡിയോ ചെയ്യൂ. നിങ്ങളുടെ വീഡിയോകളൊക്കെ കാണാനും കേൾക്കാനും ഒക്കെ ഒരുപാട് ആളുകളുണ്ട്. മാന്യമായ രീതിയിൽ നിങ്ങൾ ലൈവ് ചെയ്യൂ, അതും കാണാനും കേൾക്കാനും ഒക്കെ ഒരുപാട് ആളുകളുണ്ട്. നിങ്ങൾക്ക് 3 ലക്ഷത്തിൽ പരം സബ്സ്ക്രൈബർ ഉള്ള ഒരു യൂട്യൂബറിന് നാഴികയ്ക്ക് 40 വട്ടവും ഉച്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾ എന്തിട്ടാലും അത് കാണാനും കേൾക്കാനും ഒക്കെ ഒരുപാട് ആളുകളുണ്ടാവും. നിങ്ങളെ കുഞ്ഞുങ്ങളെ കൊണ്ട് നിങ്ങൾ വ്ളോഗ് ചെയ്യുന്നു, അല്ലാതെ നിങ്ങളൊരു കുക്കിംഗ് വീഡിയോ വെച്ചാൽ പോലും അത് കാണാനായിട്ട് ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ദയവ് ചെയ്ത് നിങ്ങളുടെ യൂട്യൂബുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ നിങ്ങൾ കോയമ്പത്തൂരിൽ നിന്നൊക്കെ നിങ്ങൾ ഡ്രസ്സ് കുറഞ്ഞ വിലയ്ക്ക് നൈറ്റി അതൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് നിങ്ങൾ കച്ചവടം നടത്തുന്നു. അതൊക്കെ വളരെ നല്ല കാര്യം തന്നെയാണ്. അതൊക്കെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ മെച്ചപ്പെടുത്താനും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് നടക്കാനും ഒക്കെ സാധിക്കും. പക്ഷേ അതൊക്കെ നല്ലതാണ്. പക്ഷേ അതുപോലെ അല്ല ഈ ക്രീമിൻ്റെ ബിസിനസ്. ഇത് നിങ്ങളെ അബദ്ധത്തിൽ കൊണ്ടുവന്ന് ചാടിക്കും. നിങ്ങൾക്ക് ഈ ഒരു ക്രീമിൻ്റെ ബിസിനസ് കൊണ്ട് ഒരിക്കലും മുന്നേറാനായിട്ട് സാധിക്കില്ല. ചിലപ്പോൾ ഇപ്പം നിങ്ങൾക്ക് പൈസയൊക്കെ വരുന്നുണ്ടാവും, നിങ്ങൾക്കിപ്പോൾ കച്ചവടമൊക്കെ നല്ല തകൃതിയാൽ നടന്നും പോകുന്നുണ്ടായിരിക്കും. പക്ഷേ ആരെങ്കിലും ഒരാൾ നിങ്ങളെ ചൂണ്ടി കേസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അകത്ത് പോകുന്ന ഒരു കേസാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് മനുഷ്യൻ്റെ ആരോഗ്യത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ്.
ഈ ഒരു ക്രീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത്, എത്ര ശതമാനം അടങ്ങിയിരിക്കുന്നു എന്നൊന്നും പറയാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കില്ല. കാരണം നിങ്ങൾക്ക് അതേക്കുറിച്ചൊന്നും വലുതായിട്ട് അറിവുണ്ടാവാൻ സാധ്യതയില്ല. അത് ഒരു ലാബ് ടെസ്റ്റിന് അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും തരത്തിലുള്ള പരിശോധനയ്ക്ക് ഈ ഒരു ക്രീം പരിശോധനയ്ക്ക് വിധേയമാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടുപോകും. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങൾക്കിപ്പോൾ ആ ഒരു ക്രീം വിറ്റ് പോകുമ്പോൾ കമ്മീഷൻ കിട്ടുന്നുണ്ടാവാം. ഇപ്പോൾ നിങ്ങളുടെ പേരിൽ തന്നെയാണ് നിങ്ങൾ ആ ക്രീം ഇപ്പോൾ നിങ്ങൾ അയക്കുന്നത്, വിദേശത്തോട്ട് വരെ അയക്കുന്നു എന്നുള്ളതാണ് കാര്യം. നിങ്ങൾക്ക് അതിനുള്ള ലൈസൻസ് ഉണ്ടോ? ഈ ക്രീം നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? നിങ്ങൾ പരമാവധി ലൈവും വീഡിയോയും വ്ളോഗും ആയിട്ട് കറങ്ങി നടക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ നിങ്ങൾക്കിതുപോലൊരു ക്രീം ഉണ്ടാക്കാനുള്ള ടൈമില്ല. നിങ്ങൾക്കിതുപോലെ ഈ ക്രീമിന് വേണ്ടുന്ന ബോട്ടിലുകൾ ഇത് എങ്ങനെയാണ്, മെഷീൻ വഴിയാണോ ഇത് നിറയ്ക്കുന്നത്, ഇത് ഏത് രീതിയിലാണ്, എങ്ങനെയാണ് എന്നൊന്നും നിങ്ങൾക്ക് അറിയാൻ വഴിയില്ല. ഇനി അഥവാ നിങ്ങൾക്ക് അറിയാമെങ്കിൽ തന്നെ ഇത് നിങ്ങൾ തെളിയിക്കണം സമൂഹത്തിന് മുന്നിൽ, ഇത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങളുടെ ബാനറിൽ നിങ്ങളുടേത് എന്നുള്ള പേരിൽ നിങ്ങൾ ഈ ഒരു ക്രീം വിൽക്കുന്നു. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളെ ആയിരിക്കും കൂടുതലായിട്ട് ബാധിക്കുക. ഇപ്പോൾ നിങ്ങൾ അതിന് ഷാജീസ് ബ്യൂട്ടി ക്രീം എന്ന പേരും കൊടുത്തിരിക്കുകയാണ്, അതായത് നിങ്ങളുടെ സ്വന്തം പേര്. അപ്പോൾ ഈ ഒരു ക്രീം വിൽപ്പനയിൽ നിന്ന് നിങ്ങൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങൾ അകത്തേക്ക് പോകേണ്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പുറത്ത് നോക്കാൻ ആരുമില്ല എന്നുള്ളൊരു ബോധം നിങ്ങൾക്കുണ്ടാവണം. ഈ 5 മക്കളും എത്തീംഖാനയിലോ എവിടെയെങ്കിലും പഠിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരും. അപ്പോൾ ഉമ്മയുടെ സ്നേഹം അവർക്ക് കിട്ടുകയില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം, എനിക്ക് എൻ്റെ മക്കൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ, എൻ്റെ മക്കളാണ് എല്ലാം എന്ന് നിങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മക്കളെ അത്രയേറെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഇത് കേൾക്കുമ്പോൾ വിചാരിക്കും ഞാൻ നിങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ നന്നാവുന്നത് ഇഷ്ടമില്ലാഞ്ഞിട്ട് പറയുന്നതായിരിക്കും എന്ന്. ഒരിക്കലും നിങ്ങൾ അങ്ങനെ കരുതരുത്. നിങ്ങളൊരു ആപത്തിൽ ചെന്ന് പെടരുത് എന്നുള്ളൊരു ചിന്താഗതിയോടുകൂടി തന്നെയാണ് ഞാനിത് പറയുന്നത്. ഈ ക്രീം വിൽപ്പന നിങ്ങൾക്ക് ദോഷം ചെയ്യത്തേ ഉള്ളൂ. അതുകൊണ്ട് അതിൽ എന്താണ് വേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് തീരുമാനിക്കാം. അപ്പോൾ ഈ ഷാജിയുടെ ഈ ഒരു ക്രീം വിൽപ്പനയെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർ ഒരു ഫാസ്കർ എന്ന് പറയുന്നൊരു ഡോക്ടറുണ്ട്. അദ്ദേഹം ചിലതൊക്കെ പറയുന്നുണ്ട്. ഷാജിയുടെ ഈ ഒരു ക്രീമിൻ്റെ കാര്യം ഇപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ പേരിൽ ഒരു കേസൊക്കെ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ അധികാരികളെ അറിയിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് ഞാൻ പറയുന്നത് ഷാജിയുടെ ഈ അനധികൃതമായിട്ടുള്ള അല്ലെങ്കിൽ ഈ ലൈസൻസ് ഒന്നും ഇല്ലാത്ത രീതിയിലുള്ള ഈ ഒരു ക്രീമിനെ പറ്റിയിട്ട് സർക്കാരും ഡ്രഗ് കൺട്രോൾ ഏജൻസിയൊക്കെ പരാതി പോയിട്ടുണ്ട് അങ്ങോട്ടേക്ക് എന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത്. എത്രത്തോളം വാസ്തവമാണെന്ന് എനിക്കറിയില്ല. എന്തായാലും അതേക്കുറിച്ചിട്ട് ഡോക്ടർ ഫാസ്കർ, അദ്ദേഹത്തിന് ഒരു ചാനലുണ്ട്, ക്രിട്ടിക് ഫാസ്കർ എന്ന് പറയുന്ന ഒരു ചാനലുണ്ട്. അപ്പോൾ അതിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് പലർക്കും കാണാൻ സാധിക്കും. പക്ഷേ അദ്ദേഹം പറയുന്ന ചില വാക്കുകൾ ഞാനിവിടെ വെക്കുകയാണ് ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട്. അത് ഷാജി ഒന്ന് കേൾക്കുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ ഡോക്ടറുടെ വാക്കുകളിലേക്ക്, ഒരു ഫേഷ്യൽ ക്രീമാണ്, വൈറ്റനിങ് ക്രീമാണ്. ഫേഷ്യൽ ക്രീമുകൾ വൈറ്റനിങ് ക്രീമാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ വൈറ്റനിങ് ക്രീം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം വെളുക്കാനുള്ളത്, ഇതിൻ്റെ അകത്ത് വലിയ കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിലാണ്. പക്ഷെങ്കിൽ അനേകം ആൾക്കാർ ഇത് മേടിച്ച് അവർ രോഗം ക്ഷണിച്ച് വരുത്തുകയാണ്. അതുപോലെ തന്നെ ഹാനികരമായിട്ടുള്ള കാര്യങ്ങളാണ് ലിപ്സ്റ്റിക്ക്, നെയിൽ പോളിഷ്, ഹെയർ സ്ട്രൈറ്റനിങ്, ഇതൊക്കെ ക്രീമും. ഇതൊക്കെ ഈ കുടികട വ്യവസായത്തിൽ ഉണ്ടാക്കുന്ന സാധനമാണ്. അപ്പോൾ ഇതിനകത്ത് എങ്ങനെയാണ് നമ്മുടെ ആരോഗ്യത്തെ ഇത് ഹാനികരമായി ബാധിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഹെവി മെറ്റൽസ് ഉണ്ട്. ഹെവി മെറ്റൽസ് എന്ന് പറഞ്ഞാൽ മെർക്കുറി, ആർസനിക്, കാഡ്മിയം, നിക്കല്, ഹൈഡ്രോക്വിനോൺസ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്യും. ഈ ക്രീമിനകത്തും ഈ നെയിൽ പോളിഷിനകത്തും ഈ വൈറ്റനിങ് സ്ട്രൈറ്റനിങ് ക്രീമിനകത്തും. അപ്പോൾ ഇത് എന്താ പറ്റുന്നത്, ഈ ഹെവി മെറ്റൽസ് നമ്മളുടെ ഞരമ്പ് നാഡീവ്യൂഹത്തെ, കിഡ്നിയെ, ലിവറിനെ, ഇതിനെയൊക്കെ ദോഷകരമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇതാരും നമ്മൾ ശ്രദ്ധിക്കത്തില്ല. അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമവ്യവസ്ഥ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വലിയൊരു കടിഞ്ഞാൻ ഇടണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വരുന്ന ക്രീമിനകത്ത് വരുന്ന ചില കോസ്മെറ്റിക് പ്രൊഡക്ട്സ് ആയുർവേദിക്കാന്ന് പറയുന്നു. ഇതിന് പേര് പോലുമില്ല. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ മെർക്കുറി, ഹൈഡ്രോക്വിനോൺസ്, അല്ലെ നിക്കൽ, കാഡ്മിയം, ആർസനിക് എന്ന് പറയുന്ന സാധനങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഭയങ്കരമായിട്ട് ബാധിക്കും. ഇപ്പൊ മെർക്കുറിയുടെ ഒരു ഉദാഹരണം ഞാൻ പറയാം, അല്ലെങ്കിൽ ഹൈഡ്രോക്വിനോൺ. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ കറുപ്പ് വ്യാപിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ എല്ലാവർക്കും അറിയാം, മെലാനിന്റെ പ്രൊഡക്ഷൻ ആണ്. അപ്പോൾ ഈ മെലാനിൻ ഉണ്ടാക്കുന്നതിൽ തൈറോസിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ നിന്നും ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ തൈറോസിൽ നിന്നും ഈ മെലാനിലായിട്ട് കൺവേർട്ട് ചെയ്യാൻ ഒരു എൻസൈമാണ് തൈറോസിനേസ് എന്ന് പറയുന്ന എൻസൈമിനെ. ഈ എൻസൈമിനെ ഇല്ലാതാക്കുക, ഇൻഹിബിറ്റ് ചെയ്യുക. അപ്പോൾ എന്താ പറ്റുന്നത്, മെലാനിൻ ശരീരത്തിൽ ഉണ്ടാകത്തില്ല. പക്ഷെങ്കിൽ ഇത് ലോങ് ടേം എഫക്റ്റ് ഉണ്ടാക്കുന്നത് എന്താണ്, നമ്മളുടെ കിഡ്നിയുടെ ഗ്ലോമറുലസിനെ, അതായത് അരിപ്പയെ ബാധിക്കും. അത് ദോഷകരമായിട്ട് ബാധിക്കും. നെഫ്രോട്ടിക് സിൻഡ്രോം ഉണ്ടാവും. നമ്മളൊരു കിഡ്നി പേഷ്യൻ്റായി മാറും.
അതുപോലെ തന്നെ സെൻട്രൽ നെർവസ് സിസ്റ്റം, അതായത് നാഡീവ്യൂഹത്തെ ഇത് ബാധിക്കും. ലോങ് ടേം യൂസും കൊണ്ട് നമുക്ക് ചിലപ്പം ഓർമ്മക്കുറവ്, വിറയല്, ഹൈപ്പോ ഡൈനേമിയ എന്ന് പറഞ്ഞാൽ നമുക്ക് കൈയൊക്കെ ചലിപ്പിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാകും. അപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇങ്ങനെയുള്ള ആൾക്കാരെ, ഇപ്പൊ ഈ ഷാജി എന്ന് പറയുന്ന പെൺകുട്ടിക്ക് കൃത്യമായിട്ടും ഇതിനെപ്പറ്റി ഒരു വിവരവുമില്ല. പെൺകുട്ടിയുടെ ഉമ്മയെ പറ്റിയുള്ള വീഡിയോ, കുൽസിത പ്രവർത്തികളുമായിട്ട് മുന്നോട്ട് പോകും. ഇവരെ ഫോക്കസ് ചെയ്ത്, അല്ലെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് ഈ പറയുന്ന കള്ളന്മാര്, അതായത് കോസ്മെറ്റിക് കള്ളന്മാര് മുതലെടുക്കുന്നത്. അപ്പൊ ജനങ്ങളിലേക്ക് ഈ വിഷം പകർന്നു കൊടുക്കുകയാണ്. അപ്പൊ ഞാൻ പറയുന്നത്, ഇവിടുത്തെ സർക്കാരും അല്ലെങ്കിൽ ഇവിടുത്തെ ഡ്രഗ് കൺട്രോളിംഗ് ഏജൻസി കാര്യം നിങ്ങൾ കേട്ടില്ലേ? അപ്പോൾ ഇതാണ് കാര്യങ്ങളെന്ന് പറയുന്നത്. ഇങ്ങനെയാണ് കാര്യത്തിൻ്റെ പോക്ക്. ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഷാജിദ പെട്ടുപോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. അപ്പോൾ ഇനി എന്ത് വേണം എന്നുള്ള കാര്യം ഷാജിദ ചിന്തിക്കുക. ഇത്രയൊക്കെ റിയാക്ഷൻ ചാനലുകാർ ഒരുപാട് പേര് ഈ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇനിയും ഷാജിദയ്ക്ക് മാറി ചിന്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇവൾ വെറും ഒരു പൊട്ടത്തിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഇങ്ങനെയൊക്കെ ഒരു കേസ് കെട്ട് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും, പലരും പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തിക്ക് മെൻ്റലി എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ, മെൻ്റലി ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് നിയമത്തിൻ്റെ പരിരക്ഷ കിട്ടും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും, ഇതുപോലെ ഉള്ള ഒരു കാര്യം വരുമ്പോഴത്തേക്ക് ഒരിക്കലും അത് കിട്ടാനായിട്ട് പോണില്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഷാജിദ മനസ്സിൽ നിന്ന് വാങ്ങി വെച്ചോളണം. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഷാജിദ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, 1.5 വർഷമായിട്ട് പുള്ളിക്കാരത്തി ഡിപ്രഷന് മെഡിസിൻ കഴിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പോലും ഒരു തരത്തിലും ഇങ്ങനെയുള്ള കേസുകൾ വന്നു കഴിഞ്ഞാൽ, അതായത് ഇതെന്ന് പറഞ്ഞാൽ തനി ക്രൈമാണ്. കാരണം ഒരാളെ കൊല്ലുന്നതാണെങ്കിൽ പക്ഷേ ഒരു മനുഷ്യനെ പെട്ടെന്നുണ്ടാവുന്ന ആ ഒരു ഇമോഷൻ നിയന്ത്രിക്കാനാവാതെ ചെയ്തു പോകുന്നു എന്ന് പറയാം. ഇത് അങ്ങനെയല്ല. ഇത് അറിഞ്ഞു വെച്ചിട്ട് മനുഷ്യനെ വെളുപ്പിക്കാൻ എന്നുള്ള രീതിയിൽ മനുഷ്യനെ രോഗി ആക്കാനുള്ളൊരു ശ്രമം എന്ന് മാത്രമേ പറയാൻ കഴിയൂ. അറിവുകേട് കൊണ്ടാണ് സംഭവിച്ചതെങ്കിൽ ഇനിയും തിരുത്താൻ സമയമുണ്ട്. ഇത് വലിയ വിഷയമാവുന്നതിന് മുമ്പ് തന്നെ ഇതങ്ങ് വിട്ടേക്കുക. എന്നിട്ട് നിങ്ങൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ചെയ്ത് മുന്നോട്ട് പോവാം. അതുപോലെ തന്നെ ഡ്രസ്സുകളൊക്കെ നിങ്ങൾ വ്യാപാരമൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു, വസ്ത്രങ്ങൾ വിൽക്കുന്നതും കാര്യങ്ങളുമൊക്കെ. അതുപോലെ കോയമ്പത്തൂരിൽ എവിടെന്നെങ്കിലുമൊക്കെ ലാഭത്തിന് വസ്ത്രങ്ങൾ എടുത്തുകൊണ്ട് വന്ന് വിറ്റ് കഴിഞ്ഞാലും നിങ്ങൾക്ക് അത്യാവശ്യം പൈസയൊക്കെ നിങ്ങളുടെ കയ്യിൽ കിട്ടും. അതുപോലെ തന്നെ ഫാൻസി സാധനങ്ങൾ എടുത്തിട്ട് വിറ്റാൽ നിങ്ങളുടെ കയ്യിൽ പൈസ കിട്ടും. പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ അറിയാമെങ്കിൽ അങ്ങനെ ചെയ്താലും പൈസ കിട്ടും. അങ്ങനെ മാന്യമായ രീതിയിൽ പൈസ കിട്ടുന്ന വഴികൾ ഒരുപാട് മുന്നിലുള്ളപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ബാധിക്കും. അധികം നാൾ കുഞ്ഞുങ്ങൾക്കൊപ്പം കഴിയേണ്ടി വരില്ല. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കി വെക്കുന്നത് വളരെ നന്നായിരിക്കും. ഇത്രയൊക്കെ കാര്യങ്ങളെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തേക്കണം എന്ന് അപേക്ഷിക്കുകയാണ്. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.